ഓക്കെ, ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാം. ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നത് ഞാൻ എപ്പോഴും പോലെ തൈരും നാരങ്ങ നീരുമാണ് എടുത്തിരിക്കുന്നത്. തൈരും നാരങ്ങ നീരിലുമാണ് ഞാൻ ഈ ഫേസ് പാക്ക് മിക്സ് ചെയ്യുന്നത്. ഒരു ഒത്തിരി ക്വാണ്ടിറ്റി എടുക്കാറില്ല, 1 സ്പൂണ് അത്രയും മതിയാവും ഈ ഒരു ഫേസിന്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നല്ല തണുപ്പുണ്ട്, സ്കിൻ എല്ലായിടവും അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫേസിലും നെറ്റിലും എല്ലാം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തിട്ട് ജെൻറ്റിലായിട്ട് ഒരു മസാജ് കൊടുത്ത് വാഷ് ചെയ്ത് കളയാം. ഓക്കെ, ഫേസ് നല്ല രീതിക്ക് ഡ്രൈ ആയിട്ടുണ്ട്. നന്നായിട്ടൊരു ലൈറ്റ് മസാജ് കൊടുക്കുക. ഇപ്പോൾ 5ാമത്തെ ദിവസമായപ്പോൾ തന്നെ ഫേസിൽ നല്ലൊരു മാറ്റമുണ്ട്. ഇപ്പം നമ്മൾ ഫസ്റ്റ് ഞാൻ ഓയിൽ അപ്ലൈ ചെയ്ത് ഫേസ് ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ഫേസ് പാക്ക് ഇട്ടത്. അപ്പം നമ്മൾ എത്ര വാഷ് ചെയ്താലും ചെറുതായിട്ടൊരു ഓയിലിൻ്റെ ഒരു കണ്ടൻറ്റ് ഉണ്ടാവും. അപ്പം അത് പുറത്തൊക്കെ പോകാനാണ്, വീട്ടിലുള്ളവർക്കാണെങ്കിൽ പ്രശ്നമില്ല. മീൻസ് പുറത്തോട്ട് പോകുന്ന ടൈം ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നേരത്തെ ഞാൻ ഫസ്റ്റ് കാണിച്ച പോലെ ഫേസ് വാഷ് ഇട്ട് ജസ്റ്റ് ഒന്ന് മുഖം വാഷ് ചെയ്ത് കളഞ്ഞാലും മതി, നല്ല ഗ്ലോയിങ് വരും. ഇപ്പോൾ തന്നെ എനിക്ക് എൻ്റെ ഈ കൈ നിങ്ങൾ നോക്കി, ഞാൻ എന്തെങ്കിലും എന്തോ പറയുക, മുഖം ഫേസ് വാഷ് ചെയ്തിട്ടാണ്. ഇതിൽ ഫിൽറ്ററും കാര്യങ്ങളും ഒന്നും ഇട്ടിട്ടില്ല. 5 ഡേയ്സ് ആയപ്പോൾ തന്നെ. പിന്നെ ഞാൻ ഫേസ് പാക്ക് മാത്രമല്ല, ഞാൻ ആദ്യം കാണിച്ചതുപോലെ ഫേസ് വാഷ് ഇട്ട് ഫേസ് കഴുകിയതിന് ശേഷം ഓയിൽ അപ്ലൈ ചെയ്യും. അതൊരു 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നത്. പക്ഷെ ഇത് ഞാൻ രാവിലെ പറ്റുന്ന സമയത്ത്, ഞാൻ ഷോപ്പിലോട്ട് വരുന്നതിന് മുന്നേ ഞാൻ ജസ്റ്റ് ഒരു 10 മിനിറ്റ് ഫേസിൽ അപ്ലൈ ചെയ്യാറുണ്ട്. രാവിലെയും ഓയിലൊക്കെ അപ്ലൈ ചെയ്യും. പിന്നെ ഞാൻ ഇവിടെ വന്നിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടും കുറച്ച് നേരം ഇത് സ്പെൻഡ് ചെയ്യും. അപ്പോൾ ഞാൻ ഒരു ദിവസം 2 പ്രാവശ്യമാണ് ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കും ഇത്രയും ഫാസ്റ്റ് ആയിട്ടുള്ളൊരു റിസൾട്ട് ഉണ്ടായത്. നേരത്തെയും ഇത്രയും വ്യത്യാസം ഇതിപ്പോൾ ഞാൻ കൈക്കൊന്നും ചെയ്യാത്തത് ആ ഒരു ചേഞ്ചസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇതാണ് വെയിൽ കൊണ്ടിട്ട് ടാൻ ആയിട്ടുള്ള എൻ്റെ സ്കിന്ന്. ഇതിപ്പോൾ ഞാൻ നല്ല രീതിക്ക്, പക്ഷെ 2-3 ദിവസം അടുപ്പിച്ച് നല്ല രീതിക്ക് വെയിൽ എനിക്ക് കൊള്ളേണ്ടി വന്നു. എത്ര പ്രൊട്ടക്റ്റ് ചെയ്താലും നമുക്ക് പുറത്തോട്ട് പോകുമ്പോൾ, വെയിലുള്ള സമയത്ത് പുറത്തോട്ട് പോകുമ്പോൾ നല്ലപോലെ ടാൻ അടിക്കും. അങ്ങനത്തെ ഒരു സ്കിന്നാണ്. എല്ലാവർക്കും അതില്ല. സൺസ്ക്രീം യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഉപയോഗിക്കുന്ന സൺസ്ക്രീം ഏതാണെന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം. ഇപ്പോൾ തന്നെ ഭയങ്കര ലോങ് ആയിട്ടുണ്ട് വീഡിയോ. ഞാനിതിപ്പോൾ 2-3 പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കത് കാണാൻ പറ്റുള്ളൂ. കാരണം ഷോർട്ട് വീഡിയോ ഇടുമ്പോൾ മാത്രമാണ് കൂടുതൽ ആൾക്കാർ എൻ്റെ വീഡിയോ വാച്ച് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഡേയിൽ 6 ഡേയ്സിൻ്റെ കാണിക്കും. അപ്പോൾ 7 ഡേയ്സ് ആകുമ്പോൾ തന്നെ ഫേസിൽ നല്ല എന്താ പറയുക, വിസിബിളായിട്ടുള്ളൊരു റിസൾട്ട് ഉണ്ട്. കണ്ട, തൊടുമ്പോൾ തന്നെ ഭയങ്കര സ്മൂത്താണ്, നല്ല ഗ്ലേസിങ് വന്നിട്ടുണ്ട് ഫേസിൽ. കണ്ട, ഇപ്പോൾ എൻ്റെ തന്നെ പ്രോഡക്റ്റ് ഒന്നല്ല, ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും ഓർഗാനിക് ആയിട്ടുള്ള ഏത് പ്രോഡക്റ്റ് യൂസ് ചെയ്താലും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസം ക്ഷമയോട് കൂടിയിട്ട് അപ്ലൈ ചെയ്ത് നോക്കൂ. നല്ല റിസൾട്ട്, ഒരു തീർച്ചയായിട്ടും ഒരു ചേഞ്ചസ് നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. പിന്നെ ഒരിക്കൽ കൂടി പറയുന്നു, എൻ്റെ ഈ ചാനൽ നിങ്ങളെല്ലാവരും, കാണുന്നവരെല്ലാവരും പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ കൂടുതൽ ഫസ്റ്റ് വീഡിയോ, സെക്കൻഡ് വീഡിയോ ഒക്കെ ഇട്ടപ്പോൾ, 3ാമത്തെ വീഡിയോ ഒക്കെ ഇട്ടപ്പോൾ പലരും പറയുന്നു ഫസ്റ്റ് വീഡിയോ മാത്രമേ കാണുന്നുള്ളൂ, സെക്കൻഡ് വീഡിയോയും തേർഡ് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ലേന്ന്. പക്ഷെ ഞാൻ ഡെയിലി വീഡിയോ ഇടുന്നുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ അത് കാണാൻ പറ്റുന്നില്ല. അതെന്താണ് റീസൺ എന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഒന്ന് വാച്ച് ചെയ്യുക, കാണുന്നവർ കൂടുതൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.